ആ. ഞാൻ ആദ്യം തന്ന ലേഹ്യം നീ കൃത്യമായിട്ട് കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഗുരുക്കളോ അത് കൃത്യമായിട്ട് പറഞ്ഞു. ആര് പറഞ്ഞിട്ടാ പ്രതിഭ നീ അത് കഴിക്കാതിരുന്നേ? ഞാൻ പറഞ്ഞിട്ടാ. എടി നീ എന്താടി ഇവിടെ? എടി ലേഹ്യം ഇങ്ങോട്ട് താടി, താ ഇങ്ങോട്ട്. എന്തിനാ ഇത് പ്രതിഭയ്ക്ക് കൊടുത്തിട്ട് ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണോ? അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ആരാണ് ഇതൊക്കെ പറയാൻ? നിന്നെ ആരാ ഈ വീട്ടിൽ കയറ്റിയത്? എടാ സുധാ, പ്രഭാവതി. അതെ, അവരെ ഇതിൽ ഉൾപ്പെടുത്തണ്ട. ഇത് നമ്മൾ തമ്മിൽ തീർക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എടി ആദ്യം നിങ്ങൾ പ്രതിഭയ്ക്ക് കൊടുത്ത ലേഹ്യം ഞാൻ ലാബിൽ കൊണ്ട് പരിശോധിപ്പിച്ചായിരുന്നു. അതിന്റെ റിസൾട്ടാണിത്. ഇത് മാത്രം മതി നിങ്ങളെ നിങ്ങളുടെ മാടം കണ്ട് ഗുരുക്കളെയും പിടിച്ച് അകത്തിടാൻ. നീ എന്താടി എന്നെ പേടിപ്പിക്കുവാണോ? ഡി എന്നെ ഭീഷണിപ്പെടുത്താനാണോ നീ ഇവളെ പിടിച്ചവിടെ നിർത്തിയിരിക്കുന്നേ? എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് അനുചേച്ചിയെ. അമ്മ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്തറിഞ്ഞിട്ടാടി പറയുന്നേ? എന്നെ താറടിച്ച് കട്ടാനേ ഇവൾ എന്ത് പരദൂഷണം പറഞ്ഞുണ്ടാക്കും. അതൊക്കെ കേട്ട് നീ എന്റെ അടുത്ത് കുരയ്ക്കാൻ വന്നാലുണ്ടല്ലോ എടി, അതോടെ എന്റെ മോന്റെ കൂടെയുള്ള ജീവിതം തീരും നിന്റെ. ആ, നിങ്ങൾ പ്രതിഭയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അത് തെളിവ് സഹിതം പുറത്തു വിട്ടാ ആരുടെ ജീവിതം തീരാൻ പോന്നേ നമുക്ക് കാണാം. പേടിപ്പിക്കാതെ ലേഹ്യം കൊടുത്താടി. ഇത് ഞാൻ തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിൽ എന്താ അടങ്ങിയിരിക്കുന്നെന്ന് കൂടി ഞാൻ ലാബിൽ കൊണ്ടുപോയി പരിശോധിപ്പിക്കുന്നുണ്ട്. തിരുവോണത്തിന് പ്രതിഭയെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലോ. കൊണ്ടുപോണം. ഇവളൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ ഈ റിസൾട്ട് എന്റെ കയ്യിലുണ്ടാവും. ഇവൾക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ച അന്ന് ഞാനിത് പുറത്തുവിടും. ഇല്ലടി, സുശീല നിനക്ക് മുന്നിൽ തോറ്റു തന്നോന്ന് നീ വിചാരിക്കണ്ട. എന്റെ കളി ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ.